10 വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായി വെളുത്ത ഇന്നോവ കാർ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. വീണ്ടും KL10AQ5 എന്ന നമ്പറുള്ള കാർ ജില്ലാ പഞ്ചായത്തിന്റെ അങ്കണത്തിലേക്ക് എത്തുമ്പോൾ അതിൽ വന്നിറങ്ങിയ ആളിന് മാത്രമേ മാറ്റമുള്ളൂ. പ്രിയപ്പെട്ട ജനപ്രതിനിധി AP ഉണ്ണികൃഷ്ണൻ അഥവാ മലപ്പുറത്തിന്റെ സ്വന്തം ഉണ്ണിയേട്ടൻ വന്നിറങ്ങിയ അതേ കാറിൽ അച്ഛന്റെ അതേ ഔദ്യോഗിക പദവിയിലേക്ക് മകൾ AP സ്മിജിയും വന്നിറങ്ങിയിരിക്കുകയാണ്. 2015 മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AP ഉണ്ണികൃഷ്ണൻ സഞ്ചരിച്ച അതേ വാഹനവും അതേ സീറ്റും അതേ ഡ്രൈവറുമാണ് ഇന്ന് മകൾ സ്മിജിക്കൊപ്പമുള്ളത്. അച്ഛൻ ഉപയോഗിച്ചിരുന്ന അതേ വാഹനമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ മകൾക്ക് ഇപ്പോൾ അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഔദ്യോഗിക വാഹനം എന്നതിലുപരി വ്യക്തിപരവും വൈകാരികവുമായ ബന്ധമാണ് സ്മിജിക്ക് വാഹനത്തോടുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ അച്ഛൻ ഈ കാറിൽ വന്നിറങ്ങുമ്പോൾ ആ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരിയും നാടിനോടുള്ള കരുതലും ഇന്നും മനസ്സിൽ മായാതെ ഉണ്ടെന്നാണ് സ്മിജിക്ക് പറയാനുള്ളത്. അച്ഛൻ സഞ്ചരിച്ച അതേ വഴിയിലൂടെ അതേ സീറ്റിലിരുന്നു കൊണ്ട് ഇന്ന് യാത്ര ചെയ്യുമ്പോൾ അച്ഛന്റെ വിരൽത്തുമ്പിൽ പിടിച്ച് നടക്കുന്നത് പോലെയാണ് തനിക്ക് അനുഭവപ്പെടുന്നതെന്ന് സ്മിജി പറയുന്നു. ഔദ്യോഗിക വാഹനം ലഭിച്ചതിന് ശേഷം സ്മിജി തന്നെയാണ് കാറിനടുത്ത് നിൽക്കുന്ന ചിത്രം ഒരു ചെറു കുറിപ്പോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അന്ന് അച്ഛൻ, ഇന്ന് ഞാൻ. മാറ്റമില്ലാത്തത് ഈ കാറിനും ഇതിനുള്ളിലെ അച്ഛന്റെ ഓർമ്മകൾക്ക് മാത്രമാണെന്നാണ് സ്മിജി കുറിപ്പിൽ പറഞ്ഞത്. തന്നെ 2 കൈ നീട്ടി സ്വീകരിച്ച വോട്ടർമാരോടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പാണക്കാട് കുടുംബത്തോടും മുസ്ലിം ലീഗ് നേതൃത്വത്തോടുമുള്ള തന്റെ കടപ്പാടും രേഖപ്പെടുത്താൻ സ്മിജി മറന്നില്ല. നേടിയ വലിയ വിജയത്തിന്റെ നന്ദി പാണക്കാട് തങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനും UDF സഹപ്രവർത്തകർക്കുമാണ് സ്മിജി രേഖപ്പെടുത്തുന്നത്. മുസ്ലിം ലീഗുമായും പാണക്കാട് കുടുംബവുമായുള്ള ബന്ധം കൊണ്ടാണ് സ്മിജി വ്യത്യസ്തയാകുന്നതും. തികഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്ന അച്ഛൻ പതിറ്റാണ്ടുകളായി വീട്ടിൽ തൂക്കിയിട്ട ഫോട്ടോകളിലൊന്ന് ശിഹാബ് തങ്ങളുടേതാണ് എന്ന് സ്മിജി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സ്നേഹവും കരുതലും തിരിച്ചറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ സ്മിജി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ശക്തമായ മറുപടിയാണ് മന്ത്രി സജി ചെറിയാന് നൽകിയിരിക്കുന്നത്. CPM-ൽ നിന്നും BJP-യിലേക്കുള്ള പ്രവർത്തകരുടെ ഒഴുക്ക് തടയാനാണോ സജി ചെറിയാൻ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നതെന്ന് സ്മിജി ചോദിക്കുന്നു. ഇത്തരം മുറിവൈദ്യങ്ങൾ കൊണ്ടൊന്നും ഭേദമാക്കാൻ കഴിയുന്ന രോഗമല്ല CPM-നെ ബാധിച്ചിട്ടുള്ളതെന്ന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിക്കാനും സ്മിജി മടിച്ചില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും യാഥാർത്ഥ്യം മനസ്സിലാവാത്തത് താങ്കളുടെ അടിമ മനസ്സിന്റെ കുഴപ്പമാണെന്നും സ്മിജി കുറിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് UDF കാൻഡിഡേറ്റ് ലിസ്റ്റ് കണ്ണട വെച്ച് നോക്കുന്നത് നന്നാവും, അപ്പോഴേ കാണാത്തത് കാണൂ. കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുന്നവർക്ക് ഇവിടെ മരുന്നില്ല. അവർ വർഗീയത പറഞ്ഞു നടക്കുമെന്നും അവർ ഫേസ്ബുക്കിൽ വിമർശിച്ചു. സ്മിജിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: CPM-ൽ നിന്നും BJP-യിലേക്കുള്ള ഒഴുക്ക് തടയാനാണോ സജി ചെറിയാൻ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തുന്നത് എന്ന് തോന്നിപ്പോകുന്നു. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ, ഇത്തരം മുറിവൈദ്യം കൊണ്ടൊന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗമല്ല CPM-നെ ബാധിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും അത് മനസ്സിലാവാത്തത് താങ്കളുടെ അടിമ മനസ്സിന്റെ കുഴപ്പമാണ്. പിന്നെ മുസ്ലിം ലീഗിന് മേലുള്ള നിങ്ങളുടെ വർഗീയ ആരോപണം വെറും പൂരപ്പറമ്പിലെ സീസൺ കച്ചവടം പോലെയാണ്. തരാതരം മുസ്ലിം ലീഗിനെ വിമർശിച്ച് താങ്കളെ പോലുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അതൊക്കെ ഓത്തിച്ചാലിലെ അഴുക്കുവെള്ളം പോലെ ഒഴുകിപ്പോകും. അതൊന്നും ആരും ഗൗനിക്കില്ല. ഞാൻ പറയുന്നത് വെറും വാക്കല്ല. തലമുറകളിലൂടെ ഞങ്ങൾ അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യമാണ് മുസ്ലിം ലീഗിന്റെ മതേതരത്വം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ജനറൽ സീറ്റായ വൈസ് പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട സജി ചെറിയാൻ, താങ്കളുടെ വാക്ക് വെറും ഓത്തിച്ചാലിലെ അഴുക്കുവെള്ളം മാത്രം. അത് ഒഴുകി വന്ന താങ്കളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഇല്ലെങ്കിൽ വൈകാതെ മതേതര കേരളം താങ്കൾക്കുള്ള ചികിത്സാ കുറിപ്പടി എഴുതിത്തരും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് UDF കാൻഡിഡേറ്റ് ലിസ്റ്റ് കണ്ണട വെച്ച് നോക്കുന്നത് നന്നാവും, അപ്പോഴേ കാണാത്തത് കാണൂ. കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുന്നവർക്ക് ഇവിടെ മരുന്നില്ല. അവർ വർഗീയത പറഞ്ഞു നടക്കും.